ശിവ, നീ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കണ? ഒന്നുമില്ല, ഓണേ എത്ര പെട്ടെന്നാ പോകുന്നേന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അവിടെ കഴിഞ്ഞ കൊണ്ടൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ. നീ പടവലത്തൊരു ഓണം ഓർക്കുന്നുണ്ടോ? പടവലത്ത് ഒരാണോ? ഇഷ്ടം പോലെ ഓണം പടവലത്തല്ലായിരുന്നു. അതല്ലടാ, നെയ്യാറ്റിക്കരേ തിരുവോണത്തിന് എല്ലാവരും വന്നിട്ട് അവിടെ കൂടിയത്. മൊത്തത്തിൽ 10-25 പേരുണ്ടായിരുന്നില്ലേ? പൂ പറക്കലും സദ്യ കുരുക്കലും ഊഞ്ഞാല് കെട്ടലും പിന്നെ നമ്മുടെ ക്ലബില് വടംവലിയും പുലിക്കളിയൊക്കെ ആയിട്ട് എന്തോ അടിപൊളിയായിരുന്നു. എന്താണ് രണ്ടും കൂടി ഓണക്കൊതി പറഞ്ഞോണ്ടിരിക്കണ? അല്ലേട്ടാ, ഇവള് പറയായിരുന്നേ ഇത്തവണത്തെ ഓണം ഒരു ത്രില്ലില്ലാതെ പോയെന്ന്. കേശുവേ, എടാ നമുക്ക് ഇപ്രാവശ്യം എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചാലോ ഓണത്തിന്? മിണ്ടായിക്കടി, പരിപാടി ഒപ്പിക്കാൻ പോണ ആടൊക്കെ നീ വീട്ടിലിരി. ചേട്ടാ ഈ മുതുക്കനായി വരും തോറേ ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഏട്ടാ. ഞാനാ മുതുക്കനാ? നിങ്ങള് പരിപാടി ഞാൻ സപ്പോർട്ട് ചെയ്തവരെ ഞാൻ നോപ്പിച്ചോ? അതാണ്ട് അച്ഛനും പൂജ ചേച്ചിയും വരുന്നുണ്ടല്ലേ. പൂജ ചേച്ചി ഭയങ്കര ചിരിയാണല്ലോ. അച്ഛൻ എന്തിനാ തമാശ പറഞ്ഞാണ്? വഴിന്ന് കിട്ടിയായിരിക്കും, അല്ല വഴി കണ്ടുകൂട്ടിയായിരിക്കും. ഹലോ ഹലോ, ഓണമായിട്ട് കൈമീശയാണോ? അതെങ്ങനെയാടാ? ഞാൻ അച്ഛനെ കൊണ്ടല്ലോ വന്നേക്കുന്നത്. പുരോഗമനമുണ്ട്. ഞാനേ അതോട് കുറച്ച് പണി കിടക്കണം. അച്ഛൻ നിക്കച്ചാ. പിന്നെ നമ്മളിങ്ങനെ കൈയിട്ട് ഇന്ന് കഴിഞ്ഞാൽ ഓണം മിണ്ടാതങ്ങ് പോകും. ഇപ്രാവശ്യം കൊറോണയുടെ ഓണം മിണ്ടാതെ പോട്ട്. അച്ഛാ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്നോണ്ടാ ഈ കൊറോണ കയറിയ ആളാവണത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് ആഘോഷിക്കാം. അതാകുമ്പോ പിന്നെ കൊറോണ മിണ്ടാതെ. എന്താ ഉദ്ദേശിക്കണേ? അച്ഛാ, ഒരു എന്തെങ്കിലും പരിപാടി ചെയ്താലോ എന്ന് ആലോചിക്കാണ്. എന്തെങ്കിലും പ്ലാൻ സംഭവം അടിച്ചു പൊളി സംതിങ്. നിങ്ങളെല്ലാം കൂടെ അച്ഛൻ കൂടെ കൂടാം. എന്തായാലും വേണോ അച്ഛാ? നല്ലൊരു പരിപാടിയൊക്കെ എന്തായാലും അച്ഛൻ കൂടിക്കാം. ആരോടും പറയാൻ എവിടെ പോയിരുന്നു മാഷ്? ജംഗ്ഷനിൽ ഒരാളെ കാണാൻ പോയത് ടീച്ചറെ. ആണോ? അല്ലാണ്ട് ചുറ്റിത്തിരിയാൻ പോയതല്ല. ചുറ്റിത്തിരി ഞാൻ കൊറോണ കയറി ചുറ്റി പിടിക്കും ടീച്ചറെ. എന്ത് ചുറ്റിത്തിരുന്നല്ല? ചുറ്റിത്തിരി ഞാൻ കൊറോണ കയറി ചുറ്റി പിടിക്കും ടീച്ചർ. കാര്യം സൈഡ് അച്ഛാ നിക്കച്ചാ. അമ്മ കണ്ട് കേശുവേ, അച്ഛനെ പിടിക്കേണ്ട ഒരു കാര്യം നടക്കത്തില്ല ഏട്ടാ. അല്ലത് അവള് പറഞ്ഞ കറക്റ്റ് ആണ്. എന്നാ പിന്നെ നമുക്ക് പോവാലോ. അങ്ങോട്ട് അച്ഛനടുത്തേക്ക് നമുക്ക് അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് ചാർജ് ചെയ്യാം. നൈസ്. അച്ഛോ, അച്ഛൻ എപ്പോഴും ഈ പണി തന്നെയല്ലേ ചെയ്യണോ? വേറെ പല പണി നോക്കി രക്ഷപ്പെടണ്ടേ? അച്ഛാ പ്ലീസ് അച്ഛാ, നമ്മൾ എത്ര നാളായ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്ക് സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. സന്തോഷത്തിന് വേണ്ടിയാ? സന്തോഷത്തിന് വേണ്ടി ഒരു സംഭവം ഉണ്ട്. സന്തോഷമല്ല അച്ഛ, ഇങ്ങനത്തെ സന്തോഷമല്ല അച്ഛാ. പിന്നെന്തോന്ന് അച്ഛാ നമുക്ക് എല്ലാവർക്കും കൂടി പടവലത്തോട്ട് പോയാലോ? അടിപൊളി ഐഡിയ ആയിരിക്കില്ലേ? പടവല സൂപ്പർ ആയിരിക്കും. കണ്ടെയ്ൻമെന്റ് സോൺ ആണ്. യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട്, കണ്ടെയ്ൻമെന്റ് സോൺ, റെഡ് സോൺ, എന്തോന്നാണ് പോക്കാണ്. ഒന്നും ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഈ റെസിഡൻസിന്റെ എല്ലാ പിള്ളേരോട് വിളിച്ചിട്ട് എന്തെങ്കിലും പരിപാടി നടത്താന്ന് വെച്ചാൽ അതും പറ്റൂല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാച്ചാ, എന്റെ വീട്ടിൽ ഇപ്രാവശ്യം ആഘോഷിച്ചാലോ നമുക്ക്? അത് നല്ല ഐഡിയ ആണ്. നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ? അമ്മ എന്നാ കഷ്ടൻ ചായ. കഷ്ടൻ ചായ. കഷ്ടം ചായ എടി മനസ്സന്തോഷത്തോടെ താടി കുടിക്കാനുള്ള സാധനമല്ലേ? എന്തോന്ന് എല്ലാരും കൂടെ ഒരു ചർച്ച എന്താ? അമേരിക്ക പോകണം പറഞ്ഞാ? ആണോ? ബെസ്റ്റ് ടൈമാണ്. പോണെങ്കിൽ ഇപ്പൊ വേണം അമേരിക്ക പോവാൻ. പോയിട്ടോ ഈ ചളുപടി കാട്ടോണ്ടിരിക്കാ. പോയിട്ടെ പോ. നീടെ പോണ്ട. നീ വാടി. നീ വാ. ഞാൻ മടിക്കേറി ഇരിക്കട്ടെ. ഇപ്പോഴാ? പിന്നെ ഇരിക്കാം. അമ്മച്ചന്റെ മടി കയറി ഞാൻ നോക്കട്ടെ. ഒരു കുറവുമില്ല. എന്ത്? അല്ല, ഈ വീട്ടിൽ ഒന്നിനും ഒരു കുറവില്ലാതെ ഇങ്ങനെ പറയായിരുന്നേ. അടുക്കളയിലേക്ക് കടയിൽ പോണു. വേറെ ആരെവിടെ അടുക്കള വിളിക്കേ? നിന്നല്ല. ഞാൻ പിന്നെ വരാമ. ഞാനൊരു കാര്യം പറയാം. ഈ കൊച്ചു സംസാരിക്കാറായി. ഇത് കേക്ക് ഒന്നും പറയാതെ ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇവള് സംസാരിച്ചു തുടങ്ങിയപ്പോ നമ്മുടെ കട്ടയും മുടം മുടങ്ങി തുടങ്ങി. അത് തന്നെ. വാവേ ഇങ്ങ് വാ. പൂജ ചേച്ചി അമ്മ മോനെ വിളിക്കുന്നല്ലോ. നിലത്തിരിക്കാനല്ല പറഞ്ഞത്. അവളുടെ അടുത്ത് നമ്മുടെ വേഷം കെട്ടൊന്നും ചെല്ലില്ല. കണ്ട അതാണ് പറഞ്ഞത്. വേഷം കിട്ട് അച്ഛാ. നോക്കേ, എന്തെങ്കിലും വേഷം കിട്ടിയല്ലേ റെസിഡൻസി കൂടെ നടക്കാം. എന്ത് വേഷം കിട്ടാൻ? എന്തെങ്കിലും ഒരു വേഷം. എന്തെങ്കിലും വേഷം കിട്ടിയാ ഒരു കാര്യം ചെയ്യാം. മഹാബലി വേഷം കിട്ടാം. അവര് വേഷം കിട്ടാം. ആര് കെട്ടും?
ഓ ഇപ്പൊ എല്ലാം കൂടെ എന്നെ ഓക്കെയാണ് നമുക്കിട്ട് അച്ഛാ അച്ഛൻ മഹാബലിപുരത്തിന്റെ പൊളിക്കും പൊളിക്കും പൊളിയായിരിക്കും. പക്ഷെ കെട്ടി അമ്മ തന്നെ പൊളിക്കും. അച്ഛാ അതിനുള്ള വഴിക്ക് നമുക്ക് നോക്കാം പാ നോക്കാം. അച്ഛാ ചായ കുടിക്കട്ടാ എടുക്ക്. ഒറ്റ വലി ഈ കൂട്ടിനടുത്തൊന്ന് പറ ചെന്ന് പറഞ്ഞു കൊടുക്കലെന്ന്. ഇവിടെ വല്ലതും കേട്ടായിരുന്നോ? ഇവിടെ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? അമ്മയടുത്ത് പോയി പറഞ്ഞു കൊടുക്കുവോ? കറക്റ്റ്. ഇല്ലെന്ന് എന്താണ് കേട്ടത്? അച്ഛൻ പറഞ്ഞ എന്താന്ന് കേട്ട്? ഒന്നും കേട്ടില്ല. ഫ്യൂച്ചറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വാ. ചില നേരത്തെ അങ്ങനെ ഉള്ളൂ. ആ ശരി വാ ഇങ്ങോട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടോ. അച്ഛാ ഓ ഒരു കൊട, ഒരു കുഞ്ഞു വിഗ്, പിന്നെ ഒരു കുഞ്ഞു കിരീടം, അത്രയും പോരെ? അച്ഛാ അച്ഛൻ മാവിലെ അടിപൊളിയായിരിക്കും. അല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് പേടിയാണ്. എന്തിനു? അച്ഛൻ നമ്മള് വീട്ടിലൊന്നും കയറുന്നില്ല, വെറുതെ റോഡിൽ കൂടെ അതേ മാവേലി വരുന്നേ ഇങ്ങനെ വിളിച്ചോണ്ട് പോകുന്നതേ ഉള്ളൂ. മെയിൻ റോഡിൽ പോലും പോകേണ്ട ആവശ്യമില്ല അച്ഛൻ, വെറുതെ നമ്മുടെ റെസിഡൻസി ചുറ്റി കറങ്ങിയ പോലെ. എനിക്ക് കൊറേണ പേടിയില്ല. പിന്നെ നിങ്ങൾ അമ്മയാണ് പേടി. അമ്മ അറിയാതെ നമുക്ക് വേഷം മാറിയൊന്നും ചെയ്യാന്ന്, അതൊന്നും കുഴപ്പമില്ല. സെറ്റാക്കാം. സെറ്റാവും, സംഗതി ജോറായിരിക്കും, ആടി പൊളിയായിരിക്കും. അസോസിയേഷൻകാരൻ ജെട്ടും. പിന്നല്ല പറയണത് അച്ഛാ വേണം, നമുക്ക് ഇതെല്ലാം ചെയ്യണം. പിന്നെ ഇപ്പൊ എല്ലാരും കൂടെ കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ടാ, അമ്മ വരും, അലമ്പുണ്ടാക്കും. അത് എല്ലാവർക്കും നൈസായിട്ട് ഡ്രസ്സൊക്കെ പോലെ അച്ഛാ നമുക്ക് ഡ്രസ് മാറിയല്ലേ? നോക്കാനാ? ചേഞ്ച് ചേഞ്ച് ഓ ശരി വാ ഇതാ എടുത്തോ. എനിക്ക് അമ്മത്തൊന്നും പറയല്ലേ. അമ്മയടുത്ത് വിടണ്ട. ഈ പറഞ്ഞു അവളെ ഓർമ്മിപ്പിക്കും. പറഞ്ഞൊന്നും കൊടുക്കൂലടാ, വല്ല സർക്കാരിന്റെ അടുത്ത് കൈ വെച്ച് കൊടുത്താൽ മതി അല്ലേ? സർക്കാരിന്റെ പഞ്ചാരേ അച്ഛാ പോയി ഷേവിങ് സെറ്റ് എടുത്തൊന്ന് ഷേവ് ചെയ്യ്. അമ്മ ഒത്തരത്ത് പോയെന്ന്. അച്ഛാ പോവാ. ഇതെന്താ ഇപ്പൊ ഷേവ് ചെയ്യണേ? ഷാവ് ചെയ്യാൻ പറഞ്ഞ സമയമുണ്ടോ? എപ്പോഴും അമ്മ അമ്മ അമ്മേ അമ്മേ അടിയനു ദർശനം തരണി. ബെസ്റ്റ് പാട്ട്. ഷേവ് ചെയ്യുമ്പോ ഈ പാട്ടിനെ കണ്ടാ പാടണ്ട, ദേവിയുടെ പാട്ട് തന്നെ പാടണം. സോറി നിലു. സോറി. എന്താ എടുക്കണേ? പാല് വേണോ? പാല് വേണോ? വാ തുമ്മാരി നാളെ കിട്ടി, സാധനം കിട്ടി. സാധനങ്ങളൊക്കെ കിട്ടിയാ? സെറ്റും മുണ്ടും കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വേണം. വിഷ്ണുവിനെ ഇവിടെ ചേട്ടനൊക്കെ വരുമ്പോഴാണ്ടിരിക്കും. ബ്ലൈഡ് മുറിയാൻ ചെയ്ത് പണ്ടത്തെ ബ്ലൈഡാണ് ബ്ലൈഡ്. ഇപ്പോഴത്തെ ഒരു കട്ടിയില്ല, അതങ്ങനെ കരടിലെ രോമമല്ലേ. ശിവ ക്യാഷോടെ പോയി? കേശു ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയിക്കണച്ചാ. ഫ്രണ്ടിനെ കണ്ട? ഏത് ഫ്രണ്ട്? ഇവിടെ ഉള്ള ഒരു കൂട്ടുകാരനാ. എവിടെ? റെസിഡൻസിലുള്ള റെസിഡൻസിലുള്ളൊരു കൂട്ടുകാരൻ. ഈ ഇടയായിട്ട് ക്യാഷുവിന് റെസിഡൻസ് അസോസിയേഷനിൽ കിടന്ന് കറങ്ങണ സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ വിളിച്ചോണ്ട് വരാം പോട്ട്. എന്തിനാ പോയത് ഇപ്പൊ? ആർക്കറിയാം?
ആഹാ അങ്ങനെ കുറച്ചു നേരം അയച്ചോ കുറച്ചു നേരമായി. കുറച്ചു നേരമാ ഞാൻ പോയി വിളിച്ചോണ്ട് കേട്ടാ. അവനെ ശരിയാക്കി കൊടുക്കാം. അതെ ഞാൻ ഒന്ന് വാഴക്കാല വരെ പോയിട്ട് ഞാൻ വാഴക്കാല വരെ പോണ അതെ അത് ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിട്ട് വരാം. ഞാൻ മഴക്കാലാണ് നിങ്ങളെന്തിനാ ഇപ്പൊ വാഴക്കാലം പോണ? ഞാൻ അതുവഴി പോയി അവനെ അസോസിയേഷനിൽ പോയിട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ അവന്. അസോസിയേഷനാ? അവിടെ കിടന്ന് കറങ്ങിയിരിക്കുന്ന അവൻ. പോയിട്ട് വരാം. പോട്ടു അല്ല അസോസിയേഷൻ ഇവിടെ അല്ലേ വാഴക്കാലല്ലോ? അസോസിയേഷൻ ഇവിടെ അല്ലേ വാഴക്കാലല്ലോ? അസോസിയേഷൻ വാഴക്കല. അച്ഛാ എനിക്ക് ഞാൻ പറയുന്നത് അമ്മ എന്തായാലും ഇപ്പൊ അവരെല്ലാരും പോയില്ലേ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വാഴക്കാലെ പോയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാ. വെറുതെ എന്തിനാണ് ഈ ഓട്ടക്കാശ് കളയണത്? അമ്മ അത് ഇവിടെ വരാൻ വേണ്ടിയില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോട്ടെന്നാ. നാളെ വരണേ. ആ നാളെ വരാട്ടാ. പിന്നെ നിനക്ക് പോണ്ടേ വാഴക്കാലില്? എന്നെ പിന്നെ ഇവിടുന്ന് ആരും പുറത്തോട്ട് നടക്കത്തില്ലല്ലോ. അയ്യോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ അയച്ചങ്ങ് വിട്ടേക്കാം. പെമ്പിള്ളേര് വിട്ടാൽ അച്ഛൻ അതേ സ്പീഡിലേക്ക് തിരിച്ചയക്കും. തക്കരക്ക് എവിടെ പോണോ? തക്കരക്ക് എവിടെയെങ്കിലും പോണോ? തക്കര വാഴക്കാലെ പോണോ? അമ്മ അടുക്കളയിൽ പണിയില്ലേ, അമ്മ ചെല്ല്. തങ്കാരത്തന്നീ തന്നാരത്തന്നീ. വാ അമ്മ, ഞാൻ സഹായിക്കാം. ഒരു പുതിയ ഡാൻസ് പഠിച്ചല്ലോ. ഡാൻസ് പഠിച്ചല്ലോ. പുതിയ ഡാൻസ് കാണോ? എന്നാ വേണ്ട, പിന്നെ കളിക്കാല്ലേ. പിന്നെ കളിച്ചടിച്ചിരാ. പിന്നെ വാ വാ. അച്ഛാ 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 ഇവിടെ ഇവിടെ വാ, ഇവിടെ വെച്ചാ കാല് പോയാ ഇല്ല അല്ല അച്ഛൻ സ്ഥലങ്ങളെ വിളിച്ചാ? അയ്യോ പറഞ്ഞു വിടെ. ശിവ എവിടെ? ശിവ എവിടെ? ശിവ അവിടെ നിക്കട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ ഇവിടെ ഓടി നടക്കാലോ. ഹലോ ഹലോ നല്ല എവിടെ പോയി കിടക്കടാ? കോസ്റ്റ്യൂം എടുത്താ? ആ കൂടെ എടാ കാലം കൂടെ അല്ലേടാ, ഓലക്കോടാ കാല ഇവിടെ വാങ്ങിച്ചിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വരുമ്പോൾ ആ പാറവട വീട്ടിൽ പോകരുത്. അത് പാറവട അല്ല, പുലിവടയാണ്. അവിടെ വലിച്ച് കീറിക്കളയും. നേരെ ഇങ്ങോട്ട് വരണം. എടാ നീനുവിൻ്റെ കണ്ണി ചെന്ന് പെടരുന്ന്. കിടന്നോ? ശരി ശരി ഓക്കെ. ദേഷ്യപ്പെട്ട കടേ പാടേ എന്താടാ പറയാ വിചിരിക്കണത്? അല്ല എനിക്കൊരു കാര്യം ആലോചിച്ചിട്ട് ചിരി വന്നത്. അച്ഛന് വേഷം കെട്ടാൻ വേണ്ടിട്ട് അവര് എത്ര കോസ്റ്റ്യൂംസ് നവാസങ്ങളും സാധനങ്ങളും കൊണ്ടുവരണം. അച്ഛനെ വേറെ ആരെങ്കിലും ഉണ്ടാ? വേറെ ആരും കാണത്തില്ല, റയർ പീസാ. പുത്ര തന്തേ കൊണ്ട് ഇക്കണ്ട കോമാളി വേഷം കെട്ടിച്ചിട്ട് റയർ പീസ് എന്താ? അച്ഛാ ആ ഷർട്ടും മുണ്ടൊക്കെ മാറ്റച്ചാ. ബോധമുള്ള ഒന്നെങ്കിലും ഉണ്ടല്ലോ. എന്തിനേ? അമ്മ കാണാണ്ട് വരണ്ടേ, ചാടിക്കറി വരാൻ പറ്റും. അമ്മ കാണാണ്ട് വരണ്ടേന്ന്. സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചാന്ത പൊട്ട്, ചാന്ത പൊട്ടല്ല ചാന്തും പൊട്ടും കൺമശിയും പിന്നെ ചന്ദനവും ചീപ്പും. ലിപ്സ്റ്റിക് അമ്മയുടെ കിട്ടിയില്ല, അതുകൊണ്ട് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഒരു ജോഡി കമ്മലും കൂടി എടുക്കാൻ പാടില്ലായിരുന്നില്ലേ? അമ്മയുടെ ഒരു ജോഡി കമ്മൽ എങ്ങനെ അച്ഛനിടുന്നേ? ഞാനേ കേശുവിന്റെ പണ്ടത്തെ നാടകത്തിന് എന്തോ വാങ്ങിയ ഒരു ക്ലിപ്പ് പോലത്തെ കമ്മലുണ്ട്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നീ സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? എടാ എന്നെ എത്രയും പെട്ടെന്ന് മേക്കപ്പ് ചെയ്യടേ. അന്ന് സീഡി വേഷം കെട്ടിയപ്പോഴും നീര് പറഞ്ഞാണ് ഇത് അവസാനത്തെ കൂതറ വേഷം കെട്ടലാണ്. ഇനി എങ്ങനെ ഈ വേഷം കെട്ടി കഴിഞ്ഞാൽ അച്ചവിട്ട് പുറത്താക്കുന്നു. അവസാനം അമ്മ കുറെ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ അമ്മയുടെ സ്ഥാനത്ത് വേറെ വല്ല സ്ത്രീകളായിരുന്നു കണ്ടത്. എന്ന് എന്നെ കളഞ്ഞാണ് പറയാ. അതേ കോമാളി വേഷം കെട്ടി ചിരിക്കണടാ. അപ്പടി അപ്പൊ മേക്കപ്പ് ചെയ്യല്ലേ? മുണ്ടിന്റെ അളവൊക്കെ നോക്കട്ടെ ആദ്യം. ഇത് ചുറ്റി വരുമ്പോ എന്താ കർച്ചീഫാടെ? എന്റെ അളവനുസരിച്ച് എടുത്തത് അച്ഛൻ്റെ പോയി കിടന്ന് സൗണ്ട് ഉണ്ടാക്കില്ല. എല്ലാ സാധനവും അപ്പൊ ശരിടാ. അണാപ്പന്റെ വാടക വേഷം അഴിച്ചിട്ട് തരാന്ന്. വേഷമായിട്ട് തരാന്നാ? വേഷം അഴിച്ചിട്ട് തരാം. കൈയടിച്ചോണേ. അതെ കൈയടിച്ചോ. ശരി ശരി കൈയടി. തുടങ്ങാം. ഈ വശം അറിയാം. എങ്ങനെയുണ്ടായി?
പൊളിച്ചാ പൊളിച്ചു. മക്കളെ, മാവേലി മന്നൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ സുഖം തന്നെ? ഓ, വലിയ സുഖമൊന്നും ഇല്ല പ്രഭു. ഇവിടെ ഒരു അസുഖം പടർന്ന് പിടിച്ചേക്കുമല്ലേ, കൊറോണ. കാണാൻ പറ്റൂലേ, ചെറുതാ കുഞ്ഞ്. അതുകൊണ്ട് പ്രഭു ഒരു മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും. എന്തിന്? ഫോർ യുവർ സേഫ്റ്റി പ്രഭു. പാതാളത്തിൽ നിന്ന് വന്നപ്പോ കുറച്ച് സാനിറ്റൈസറും കൂടെ കൊണ്ടുവരാൻ ഇത് പ്രഭു. അച്ഛൻ പേടിക്കണ്ട. ഞാനൊരു കാര്യം പറയാം. ആ ഗേറ്റ് കടന്ന് കിട്ടിയ രക്ഷയുണ്ട്. എന്റെ തള്ള കാണാൻ നോക്കിക്കണം. പാതാളത്തിൽ പോലും ഈ ജനങ്ങളില്ല. ഓക്കെ, അസോസിയേഷൻ ഞെട്ടി പറയും. ഓക്കെ, വിറപ്പിക്കണം. കണ്ടില്ലല്ലോ. ഇതെന്താണ് നമ്മുടെ മാവേലി ഇങ്ങനെ കിടന്ന് പറക്കണത്? അമ്മ കണ്ട മാവേലിയും വിറയ്ക്കും. ഒറ്റ കൊടുത്താൽ കൊന്നോളതിനകത്തിന്. അവരല്ലേ അത്? അച്ഛനെ പിള്ളേരെ അവിടെ നിക്കേ. നിക്കവിടെ. ഇതാരീ പോണേ? മഹാബലി മഹാബലി മഹാബലിയാ? മഹാബലി മഹാബലി. ആലോ കുണുങ്ങി കുണുങ്ങി പോണേ, ഡൊണാൾഡ് ഡക്ക് പോണ പോലെ. നിക്ക് പോലെ അവിടെ. ഇവിടെ വാ, ഇങ്ങോട്ട് വരെ. എവിടെ പോണു? നോമ്പാലു അല്ല, ഡൊണാൾഡ് ഡക്കും അല്ല, മഹാബലി, മഹാബലി തമ്പുരാൻ. ഞാൻ വേഷം കെട്ടില്ലേ, വാഴക്കടയിൽ പോയിട്ട് വരാന്ന്. കേറി പോവാനകത്ത്, കേറി പോവാനകത്ത്. ഞാൻ പോയിട്ട് വരാന്ന്. ധൈര്യം കൊണ്ട് പോയി നോക്ക്, ധൈര്യം കൊണ്ട് പോയി നോക്ക്. വരണ്ടാ സമ്മതിക്കൂലല്ലേ. ഞാൻ വൈകുന്നേരം പോയിട്ട് വരാന്ന്. ഈ വേഷത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കറക്റ്റ് മാവേലിയാണ്. എനിക്ക് മാവേലി ഇഷ്ടവുമാണ്. പക്ഷെ ഇത് കൊറോണ കാലമാണെന്നേ. ഈ വേഷത്തിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എത്ര ആൾക്കാരെ അടുത്തേക്ക് വരും അറിയാമോ? എന്നെ സൂചിക്കാൻ സമ്മതിക്കൂല, എന്നെ സന്തോഷിക്കാൻ സമ്മതിക്കൂല. വേണ്ട പോയിട്ട് വരട്ടാ. വേണ്ട, കേറി പോവാനകത്ത്, കേറി പോവാൻ. നാളോടാ നിങ്ങക്ക് പൈസ അങ്ങനത്തെ കോലം കെട്ടി നടക്കണ്. ഇതെന്റെ ഇഷ്ടത്തിന് കെട്ടിയല്ലെന്ന് ഈ പിള്ളേരെ പറഞ്ഞിട്ടാണ് ഞാൻ കെട്ടിയത്. ചോദിച്ചോക്ക്. സത്യമായിട്ടും ഈ അച്ഛൻ ഒറ്റയാളുടെ നിർബന്ധത്തിലാണിത്. മക്കളെ മുടിയാ പറഞ്ഞോടാ. അയ്യോ, എനിക്കൊന്നും അറിയില്ല. അച്ഛന്റെ ഇഷ്ടത്തിന് അച്ഛൻ തന്നെ കെട്ടിയാണ്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞ ആവശ്യമില്ലാത്ത പണിക്ക് വെക്കൽ. എന്തിനാ വെച്ചത്? അച്ഛാ വയസ്സ് 19 ആയില്ലേ അച്ഛാ? ഇനി എന്തിനിങ്ങനെ കോമാളി വേഷം കിട്ടുന്നേ? കഷ്ടമുണ്ട്. കള്ളം പറയില്ല കേട്ടോ. ആരും വേണ്ട, ആരും പറയണ്ട. എനിക്കെന്റെ പൂജമോളുണ്ട്. മക്കളെ പറഞ്ഞോട്. അമ്മ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ അമ്മ ഉണ്ടല്ലേ, അമ്മയടുത്ത് രാറ്റം പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ ഇതിൽ നടന്നു വന്നപ്പോ അച്ഛൻ എന്നെ വിളിച്ചിട്ട് അച്ഛൻ മാവേലി വേഷം കെട്ടണത് കണ്ടിട്ട് പോയാതിന്ന് പറഞ്ഞ്. അല്ല ഞാൻ പോയേനായിരുന്നു അമ്മ. പറഞ്ഞേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഞാനും യോക്ക് വട്ടെന്ന് പറയരുത്. യോക്ക് വട്ടൊന്നുമില്ല, യോക്ക് വട്ടൊന്നുമില്ല. ഇവിടെ പറഞ്ഞൊക്കെ സത്യമാണ്, സാറിനൊക്കെ സത്യമാണ്. സത്യമാണെന്ന് അറിയാം അല്ലേ? നല്ല ബോധ്യമുണ്ട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. കേറിപ്പോ പാലകത്ത്, കേറിപ്പോവൻ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാ.